രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണീശോയുടെ ചക്കര കുടങ്ങൾക്ക് സുഖമാണോ? സുഖമാണല്ലേ? രാത്രി നന്നായിട്ടൊക്കെ ഉറങ്ങിയോ? മിടുക്കര് എല്ലാവരും നന്നായിട്ട് ഉറങ്ങി എന്നാണ് പറയുന്നത്. നല്ല രസമുണ്ടല്ലോ എല്ലാവരുടെയും ഉടുപ്പൊക്കെ കാണാൻ. നല്ല സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ട് പൗഡറൊക്കെ ഇട്ട് തലയൊക്കെ ചീകി മിടുക്കരായിട്ടാണല്ലോ ഇരിക്കുന്നത്. മിടുക്കര്, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക അല്ലേ? നിങ്ങൾ നല്ല മിടുക്കരല്ലേ? എല്ലാ കാര്യങ്ങളും അറിയാം, എന്ത് ചോദിച്ചാലും പറയും. ഉണ്ണീശോയുടെ നല്ല മിടുക്കരായ കൂട്ടുകാർ, നല്ല ചക്കര കുടങ്ങൾ. നമുക്കെന്നാ ഇന്നൊന്ന് പഠിക്കാൻ തുടങ്ങാം. ഇഷ്ടമല്ലേ എല്ലാവർക്കും? ഓക്കെ, എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കണ്ണടച്ച് കൈ കൂപ്പി പ്രാർത്ഥിക്കാം. എൻ്റെ പൊന്നീശോയെ, ഓരോ ദിവസവും ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ അറിയുന്ന കാര്യങ്ങളുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നല്ല കുഞ്ഞുങ്ങളായി വളരാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മിടുക്കി. അന്നമോള് പറഞ്ഞത് കേട്ടോ? എല്ലാം ഓർക്കുന്നുണ്ട് ടീച്ചറേന്ന്. മിടുക്കിയാട്ടോ, എല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ? നിങ്ങൾ എല്ലാവരും മിടുക്കരാ. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ? മിടുക്കര്, നമ്മൾ വചനം പഠിച്ചു. 2 വചനം പഠിച്ചു അല്ലേ? 2 വചനം പഠിച്ചു. പിന്നെ എന്താ പഠിച്ചേ? വിശുദ്ധരെ പറ്റി കേട്ടു അല്ലേ? എന്നാൽ ഇന്ന് സിസ്റ്റർ ഒരു പുതിയ വിശുദ്ധയെ പറ്റി നിങ്ങളോട് പറയാൻ പോവാ. വിശുദ്ധരുടെ കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ആണല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു കാര്യം കൂടി പഠിച്ചു. അതാരും പറഞ്ഞില്ലല്ലോ, ഓർക്കുന്നില്ലേ? മിടുക്കൻ. മെൽബിൻകുട്ടൻ ചാടി ഉത്തരം പറഞ്ഞു കേട്ടോ. മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്ന് അല്ലേ? മറ്റുള്ളവരെ സഹായിക്കണമെന്ന്. ഇതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിച്ച, മറ്റുള്ളവരെ സ്നേഹിച്ച ഒരു വലിയ വിശുദ്ധയുടെ കാര്യമാണ് ഇന്ന് സിസ്റ്റർ പറയാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വിശുദ്ധയുടെ ചിത്രം. വിശുദ്ധ മദർ തെരേസ. മദർ തെരേസയെ പറ്റി നമുക്കൊന്ന് കേൾക്കാം. ഇഷ്ടമാണോ എല്ലാവർക്കും? മദർ തെരേസയുടെ കുറച്ച് ചിത്രങ്ങളും പാട്ടും ഒക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. വീഡിയോ ഇഷ്ടമായോ? മദർ തെരേസ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കണ്ടോ? കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയല്ലേ? പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ചു. അപ്പോൾ ഈശോയെ പോലെ പാവങ്ങളെ ഒത്തിരി സ്നേഹിച്ച ഒരമ്മയാ മദർ തെരേസ. ഈ മദർ തെരേസയെ പോലെ നമുക്കും പാവങ്ങളെ സഹായിക്കണ്ടേ? മറ്റുള്ളവരെ ഒരുപാട് സ്നേഹിക്കണ്ടേ? വേണം. അതിനെന്താ ചെയ്യണ്ടേ?
ഒരു വചനം ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? മിടുക്കര്, ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52. ഈ വചനം എന്തിനാണെന്നറിയാവോ സിസ്റ്റർ എപ്പോഴും ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരുന്നേ? നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി, നിങ്ങൾ അതുപോലെ വളർന്നു വരാൻ വേണ്ടി. അപ്പോൾ മദർ തെരേസ എങ്ങനെയാണ് മറ്റുള്ളവരോട് കരുണ കാണിച്ചതെന്ന് നമ്മൾ കണ്ടു അല്ലേ? ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞു തരട്ടെ? ഓക്കെ. ഈശോയെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സിസ്റ്ററിൻ്റെ കൂടെ ഒന്ന് പറയാവോ? നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. ഈശോയെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒന്നുകൂടെ സിസ്റ്ററുടെ കൂടെ പറയണേ. ഈശോയെ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്തിനെന്നറിയാവോ സിസ്റ്റർ ഇങ്ങനെ പറയിപ്പിച്ചേ? നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും നമുക്കും മറ്റുള്ളവരെയൊക്കെ സഹായിക്കണമെന്ന്. എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്? നിങ്ങൾ കുഞ്ഞു പിള്ളേരല്ലേ, ഈ കുഞ്ഞു പിള്ളേരെങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്? സിസ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? അമ്മ പാത്രമൊക്കെ കഴുകി മടുത്ത് നിൽക്കുമ്പം പോയി പാത്രം കഴുകാൻ അമ്മയെ സഹായിക്കണം. പിന്നെ പപ്പ പണിയൊക്കെ എടുത്ത് മടുത്ത് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പറയും ആ തോർത്തൊന്ന് എടുത്തോണ്ട് വന്നേന്ന് പറയും. അപ്പോൾ ഓടി ചെന്ന് ആ തോർത്ത് എടുത്തോണ്ട് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പം പെൻസിലൊക്കെ കൊണ്ടുവരാൻ മറന്നു പോവില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ 2 പെൻസിലുണ്ടെങ്കിൽ 1 പെൻസിൽ ആ കൂട്ടുകാരന് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? മിടുക്കൻ ജോഹാൻകുട്ടൻ പറഞ്ഞു കേട്ടോ, ഞാൻ എപ്പോഴും എല്ലാവരെയും സഹായിക്കുന്നു. മിടുക്കര, നിങ്ങളൊക്കെ മിടുക്കര, എല്ലാവരെയും സഹായിക്കുന്നൊക്കെ സിസ്റ്ററിന് അറിയാം. എന്നാലും സിസ്റ്റർ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കരുണ കാണിക്കുന്നതിനെ പറ്റി ഒരു വചനം കൂടെ സിസ്റ്റർ പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? മിടുക്കര്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഒരുമിച്ചൊന്ന് പറയാവോ സിസ്റ്ററിൻ്റെ കൂടെ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഇനി നമുക്കൊരു കൊച്ചു പാട്ട് കേട്ടാലോ? പാട്ട് ഇഷ്ടമായോ എല്ലാവർക്കും? വീഡിയോ ഒക്കെ കണ്ടോ? കണ്ടു. മിടുക്കര്, പാട്ടൊക്കെ ഇഷ്ടമായില്ലേ? ഇനി നമ്മൾ ഒരു കുഞ്ഞു സുഹൃതജപം പഠിക്കാൻ പോവാണേ. എന്നാന്ന് സിസ്റ്റർ പറഞ്ഞു തരാം കേട്ടോ. ഈശോയെ കരുണയായിരിക്കണമേ. നിങ്ങളുടെ ആ കുഞ്ഞു ശബ്ദത്തിലൊന്ന് പറഞ്ഞേ ഈശോയോട്, ഈശോയെ കരുണയായിരിക്കണമേ. ഈശോയ്ക്ക് എന്തൊരു സന്തോഷം എന്നറിയോ കുഞ്ഞുമക്കളുടെ ശബ്ദം കേൾക്കുമ്പം. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക ഈശോ. ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം, ഈശോയെ കരുണയായിരിക്കണമേ. ഈ സുഹൃതജപം എപ്പോഴും നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം. പപ്പയും മമ്മിയും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളിങ്ങനെ തുടങ്ങിയല്ലേ, അപ്പം നിങ്ങൾ മനസ്സിലിങ്ങനെ പറയണം, ഈശോയെ
കരുണയായിരിക്കണമേ. എപ്പോഴും ഈ സുഗതജപം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒത്തിരി സന്തോഷം ലഭിക്കും. അപ്പം ചൊല്ലി പ്രാർത്ഥിക്കും എല്ലാവരും, ഉറപ്പാണോ? ഓക്കെ, മിടുക്കര്. അപ്പം എല്ലാവരും ചൊല്ലി പ്രാർത്ഥിക്കണം. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാണേ. ഞാൻ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് നിങ്ങൾ എന്ത് പറയണം? യെസ് ലോഡ് എന്ന് പറയണം. എങ്ങനെ പറയണം? യെസ് ലോഡ്, യെസ് ലോഡ്, യെസ് യെസ് ലോഡ്, യെസ് ലോഡ്, യെസ് ലോഡ്, യെസ് യെസ് ലോഡ്. ചെയ്യുമെങ്കിൽ മാത്രമേ അങ്ങനെ പറയാവുള്ളൂ കേട്ടോ. എന്നാൽ ഞാൻ ചോദിക്കാൻ പോവാണേ. ഈശോയെ സ്നേഹിക്കുന്ന കുഞ്ഞുമക്കൾ എല്ലാവരും യെസ് ലോഡ് പറഞ്ഞേ. എങ്ങനെയാ പറയണ്ടേ? യെസ് ലോഡ്, യെസ് ലോഡ്, യെസ് യെസ് ലോഡ്, യെസ് ലോഡ്, യെസ് ലോഡ്, യെസ് യെസ് ലോഡ്. മാതാപിതാക്കന്മാരെ സ്നേഹിക്കുന്ന കുഞ്ഞുമക്കൾ പറഞ്ഞേ. മിടുക്കര്. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ഉറപ്പുള്ള കുഞ്ഞുമക്കൾ പറഞ്ഞേ. മിടുക്കര്. നിങ്ങളെല്ലാവരും ഈശോയുടെ കുഞ്ഞുങ്ങളാ, ഈശോയുടെ മിടുക്കര് പിള്ളേരാ. ഇനിയുണ്ടല്ലോ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനില്ലേ? അതൊക്കെ എന്നാ നിങ്ങൾക്ക് അറിയാവോ? ആ മിടുക്കര് ചിത്രത്തിന് കളർ കൊടുക്കണം അല്ലേ? അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു കൊച്ച് വേറൊരു കൊച്ചിൻ്റെ കയ്യിൽ മുറിവ് പറ്റിയപ്പോൾ അത് കെട്ടിക്കൊടുക്കുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിന് നല്ല മനോഹരമായ കളർ കൊടുക്കണം. എങ്ങനെയാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടതെന്ന് ആ ചിത്രത്തിൽ പറയുന്നത്. പിന്നെ വേറൊരു ചിത്രമുണ്ട്, നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ചിത്രം. അതാരുടെ ചിത്രമാ? മിടുക്കര്, ഉണ്ണീശോയുടെ ചിത്രം അല്ലേ? അപ്പോൾ ആ ഉണ്ണീശോയുടെ ചിത്രത്തിന് നല്ല കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കണം. ഇനി ഏറ്റവും അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. എന്നറിയാവോ? നമ്മൾ നേരത്തെ പഠിച്ച വചനം അതാരാ പറഞ്ഞേ? ജെയിംസ് ഊട്ടനാണോ പറഞ്ഞേ? മിടുക്കൻ. നല്ലൊരു ക്ലാപ്പ് തരട്ടെ സിസ്റ്റർ. ആദ്യം പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ആ വചനം മിടുക്കര്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52. ഈ വചനം ഇനി നിങ്ങൾ മറന്നു പോവോ? ഇല്ല, മിടുക്കരാണ് കേട്ടോ. അപ്പോൾ ഈ വചനം ഒരിക്കലും മറക്കാൻ പാടില്ല. പിന്നെ ഒരു 2-3 കാര്യങ്ങളും കൂടെ സിസ്റ്റർ പറയട്ടെ നിങ്ങളോട്. നിങ്ങളെല്ലാവരും പള്ളിയിൽ പോകുന്ന പിള്ളേരാ അല്ലേ? പള്ളിയിൽ പോയിട്ട് എന്താ നമ്മൾ ആദ്യം ചെയ്യുന്നേ? നമ്മൾ പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തി കുരിശു വരയ്ക്കും. അതിന് മുൻപൊരു കാര്യം നമ്മൾ ചെയ്യുമോ? ചെയ്യാറുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നേ? ഇല്ല. എന്നാൽ സിസ്റ്റർ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ വാതിൽക്കൽ കയറി കഴിയുമ്പോൾ സക്രാരിയിലിരിക്കുന്ന ഈശോയെ നോക്കി കുമ്പിടണം. എന്ത് ചെയ്യണം? കുമ്പിടണം. കുമ്പിട്ട് ആചാരം ചെയ്യണം. എന്നിട്ട് പോയി നമ്മളിരിക്കുന്ന സ്ഥലത്ത് പോയി മുട്ടുകുത്തി നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ചെയ്യുമോ? ഇനി കൊറോണ കാലമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമോ? മിടുക്കര്. അപ്പോൾ സ്നേഹത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും. മിടുക്കരാ നിങ്ങൾ. അപ്പോൾ ഈശോയുടെ നല്ല കുഞ്ഞുങ്ങളായിട്ട് സ്നേഹത്തിൽ വളരാൻ, വിശുദ്ധിയിൽ വളരാൻ ഈശോ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. മിടുക്കര് ചാടി എഴുന്നേറ്റേ. നല്ല ഇഡ്ഡലിയൊക്കെ കഴിച്ച പിള്ളേരെ പോലെ ചാടി എഴുന്നേറ്റ് കണ്ണടച്ച് കൈകൂപ്പി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുഞ്ഞു മാലാഖയുടെ രൂപം മനസ്സിലോർത്തേ. എന്നിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കുഞ്ഞ് കാവൽ മാലാഖേ, എല്ലാവരെയും സ്നേഹിക്കാൻ, കുരുത്തക്കേടൊന്നും കാണിക്കാതെ എന്നും എപ്പോഴും ഈശോയുടെ മടിയിൽ ഈശോയെ കെട്ടിപ്പിടിച്ച് ഈശോയുടെ കുഞ്ഞു മക്കളായിട്ടിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയുടെ ഇഷ്ടം നിറവേറ്റി ഈശോയുടെ കൈവിരൽ തുമ്പ് പിടിച്ച് ഈശോയെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായി ഇനി എന്നും വളരാൻ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞു മാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.